ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാക്കി. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാക്കി എന്ന് ഞാൻ പറയുമ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾ നെറ്റി ചുളിക്കാനുള്ള സാധ്യതയുണ്ട്. വിശേഷിച്ച് എപ്പിസ്കോപ്പൽ സഭകളായിട്ടുള്ള കത്തോലിക്ക, മർത്തോമ തുടങ്ങിയ എല്ലാ സഭകളും, അതുപോലെ തന്നെ പെന്തക്കോസ്, ബ്രദറൻ തുടങ്ങിയ എല്ലാ സഭകളും, ഞാൻ സകല ക്രൈസ്തവരെയും ഒരുമിച്ച് ചേർത്താണ്, ക്രിസ്ത്യാനികളെന്നും അവകാശപ്പെടുന്ന എല്ലാവരെയും ഒരുമിച്ച് ചേർത്താണ് പറഞ്ഞത്. ക്രിസ്ത്യാനികൾ നിമിത്തം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമായി. അത് പറയുമ്പോൾ ഒരു പക്ഷേ സഹോദരങ്ങൾ നെറ്റിച്ചൊളിക്കും. എന്താ അങ്ങനെ പറയുന്നതെന്ന്? ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകുമോ? അതെ, ക്രൂശ് വ്യർത്ഥമാകും. ക്രൂശ് അതിൻ്റെ അർത്ഥം മനുഷ്യർക്ക് കിട്ടാതെ പോയാൽ ക്രൂശ് വ്യർത്ഥമായില്ലേ? ക്രൂശിനൊരു ലക്ഷ്യമുണ്ട്, ക്രൂശിനൊരു അർത്ഥമുണ്ട്. അത് നഷ്ടമാക്കിയാൽ, അത് മറച്ചു വെച്ചാൽ, അതിന് പകരം വേറെന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ക്രൂശ് വ്യർത്ഥമാകും. അങ്ങനെയാണെങ്കിൽ ക്രൂശ് വ്യർത്ഥമാക്കിയത് ആര്? ക്രൂശ് വ്യർത്ഥമാക്കിയത് ക്രൈസ്തവർ, അല്ലാതെ വേറെ ആരാണ്? നിങ്ങൾ നോക്കൂ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുക, ഞാൻ എൻ്റെ പ്രസംഗത്തിനകത്ത് പോലും വാക്ചാതുരത പ്രയോഗിക്കാൻ ശ്രമിക്കില്ല, കാരണം ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകും. ക്രൂശ് വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വാക്കുകളെപ്പോലും സൂക്ഷിക്കും എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഞാൻ 1-2 പോയിന്റ് മാത്രം നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ് ക്രൂശിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്രൂശ് ക്രൈസ്തവർ നിമിത്തം വ്യർത്ഥമായി എന്ന് പറഞ്ഞത് എന്ന് സൂചിപ്പിക്കാം. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, ചിലരുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചും കൊടുത്തു. അതുമാത്രമല്ല, യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വയറു നിറയെ ആഹാരം കൊടുത്തു. അപ്പം അദ്ദേഹം ചോദിച്ചത്, യേശു രോഗികളെ സൗഖ്യമാക്കിയത് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാണോ പിമ്പാണോ? നമ്മുടെ സംശയം എന്താ? ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാണ് യേശു രോഗികളെ സൗഖ്യമാക്കിയത്. യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയതോ? അതെ, അതും ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാണ്. യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചതോ? നിശ്ചയമായിട്ടും ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാണ് യേശു മരിച്ചവരെ ഉയർപ്പിച്ചത്. അപ്പോൾ ചില ആളുകളുടെ പാപങ്ങൾ, ഈ പക്ഷപാതക്കാരനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പാപം ക്ഷമിച്ചു വന്നിരിക്കുന്നു, കിടക്കെടുത്ത് നടക്കുക, അത് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാണോ ശേഷമാണോ? ഞാൻ പറഞ്ഞു, ശരിയാണ്, യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാണ് അതും പറഞ്ഞത്. യേശു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ആഹാരം കൊടുത്തല്ലോ, ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ്. അതെ, അങ്ങനെയാണ് പിന്നെ യേശു ക്രൂശിക്കപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് യേശു ക്രൂശിക്കപ്പെട്ടത്? പ്രിയ സഹോദരങ്ങളെ, ഈ ചോദ്യമാണ് എനിക്ക് ഇവിടുത്തെ എല്ലാ ക്രൈസ്തവരോടും ചോദിക്കുന്നത്. നിങ്ങളൊക്കെ യേശുവിനെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ക്രൂശിക്കപ്പെടുന്ന ക്രിസ്തുവിനെ അല്ല, അതിന് മുമ്പുള്ള ക്രിസ്തുവിനെയാണ്. പൗലോസ് അപ്പോസ്തലൻ വേറൊരു ഭാഗത്ത് പറഞ്ഞത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ ക്രൂശിൻ്റെ വചനം പലർക്കും ഭോഷത്വമായിട്ട് തോന്നും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം യഹൂദന്മാർ ചെയ്യുന്നതും യവനന്മാർ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇന്നിവിടുത്തെ ക്രൈസ്തവ സമൂഹം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? അടയാളം. അവർ ഓരോ ശുശ്രൂഷയിലും അവർ യേശുക്രിസ്തുവിനെ കൊണ്ട് ഇന്ന കാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പാപികളെ എന്താ പറയണ്ടേ, പക്ഷപാതക്കാരനെ എഴുതിപ്പിക്കുന്നു, പാപികളെ ഇതൊക്കെ ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ അവിടെ മിറക്കിൾ നടത്താനുള്ള ശ്രമത്തിലാണ്. പലരും യേശുവിനെ ഇന്ന് ഫോളോ ചെയ്യുന്നത് പോലും അവരുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ കണ്ടതിൻ്റെ പേരിലാണെന്നാണ് അവർ പറയുന്നത്. അല്ല, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ക്രിസ്ത്യാനി ആകുന്ന ആൾ വളരെ കുറവാണ്. ഇന്ന് അടുത്ത കാലത്ത് കുറേ വർഷങ്ങളായി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനാണ് യേശുക്രിസ്തു വിശ്വസിച്ചത്? ഞങ്ങളുടെ കുഞ്ഞിന് അസുഖമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന അവസ്ഥയിലായിരുന്നു, ഇന്ന കടബാധിതരായിരുന്നു, അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചില വിടുതലുകളുണ്ടായി. ഇവരൊക്കെ അടയാളം കണ്ടിട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്, അല്ലാതെ ക്രൂശ് പ്രസംഗിച്ച് കേട്ടിട്ടല്ല, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുമല്ല. ഞാൻ വേഗത്തിൽ ചുരുക്കാം. പ്രിയ സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്ക്, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. അതിൻ്റെ 16-ാമത്തെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഇങ്ങനെ പറയുന്നത്, ക്രൂശിന്മേൽ വെച്ച് യേശുക്രിസ്തു ശത്രുത്വം ഇല്ലാതാക്കി. എന്ത് ശത്രുത്വം? അതിന് മുകളിൽ മുതൽ വായിക്കണം. 14-ാമത്തെ വാക്യം മുതൽ, അതിൻ്റെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി വായിച്ചാൽ ഇവിടെ പറയുന്നത്, എന്നിട്ട് 11-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാരെന്ന് വിളിക്കുന്നവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടവരും, കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്നോർത്തുകൊള്ളുവീൻ. അതിനുശേഷം പറയുകയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അതായത് ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്ത, ലോകത്തിൽ ദൈവമില്ലാത്ത, ദൈവവുമായി ഒരു അടുപ്പവുമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ ദൈവത്തോട് ചേർക്കേണ്ടതിനായി
ഇസ്രായേൽ പൗരതയോട് സംബന്ധമുള്ളവരാക്കി തീർക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി തീർക്കേണ്ടതിന്, കൃത്യമായി പറഞ്ഞ ഏക ശരീരമാക്കി തീർക്കേണ്ടതിന് ആണ് യേശു ക്രൂശിക്കപ്പെട്ടത്. ക്രൂശിക്കപ്പെട്ടത് അതിനാണ്. ലോകത്തിൽ ആദാമ്യ വംശത്തിൽപ്പെട്ട സമസ്ത മനുഷ്യരെയും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ പാപത്തിൻ്റെ കാരണമായ ആദാമ്യ ലംഘനത്തിന് പ്രായശ്ചിത്തം വരുത്തിക്കൊണ്ട് ഏത് മനുഷ്യർക്കും ദൈവത്തോട് അടുത്ത് ചെല്ലാൻ തക്കവണ്ണം ഒരു ജീവൻ്റെ പുതുവഴി യേശു ക്രൂശിൽ തുറക്കുകയാണ് ചെയ്തത്. തൻ്റെ ദേഹം എന്ന തിരശ്ശീല കീറിയാണ് യേശു അത് നിവർത്തിച്ചതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ യേശു ക്രൂശിക്കപ്പെട്ടത് ലോകത്തേതു മനുഷ്യർക്കും ദൈവത്തോടടുത്ത് ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണമുള്ള ഒരധികാരത്തിലെത്താൻ വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. അതിന് തടസ്സമായി നിന്നിരുന്ന എല്ലാ ന്യായപ്രമാണങ്ങളെയും അവിടെ അവസാനിപ്പിച്ചു. എന്നിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജനത ഒരു വശത്ത് നിൽക്കുമ്പോൾ ദൈവവുമായി ബന്ധമില്ലാത്ത മറ്റു ജനതയെ കൂടി ഈ ജനതയോട് ചേർത്ത് ഒരൊറ്റ കുടുംബമാക്കി മാറ്റാനായിട്ടാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. അത് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ താഴോട്ട് വരുമ്പോൾ സുവിശേഷം എന്താണെന്ന് വളരെ വ്യക്തമാക്കി വിളിച്ചു പറയുന്നു. 6-ാം വാക്യം 3-6. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളതു തന്നെ എന്ന് പറയാൻ മറ്റൊന്നുമല്ല എന്ന്. അപ്പം ഞാനിനി ഇവിടെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ, ഈ സത്യം ലോകത്തിന് മനസ്സിലായിട്ടില്ല. ഈ സത്യം ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് മനസ്സിലായിട്ടില്ല. സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ ഏക ശരീരമാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരനായി മാറി. ഇവിടെ ക്രൈസ്തവരെന്ന് അവകാശപ്പെടുന്ന സമൂഹം ഏത് വേണമെങ്കിലും എടുത്തു നോക്കൂ. അവിടെ പാരമ്പര്യമായി 3-4 തലമുറകളായി ക്രിസ്ത്യാനിയായി തന്നെ അറിയപ്പെടുന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ അവൻ പാരമ്പര്യ ക്രിസ്ത്യാനിയായി, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനി എന്നൊക്കെ അറിയപ്പെടുന്നത്. പണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ 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 അപ്പൂപ്പൻ പഴയ കാലത്തെ ഇവിടുത്തെ ജാതീയനായിരുന്നു എന്ന് അവന് അംഗീകരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. എന്നാൽ അടുത്ത സമയത്ത് ഏതെങ്കിലും ഹൈന്ദവരോ ഇസ്ലാമിസ്റ്റോ ആരെങ്കിലും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ അവരുടെ ജാതികളിൽ നിന്ന് വന്നവരാ. അവർക്കിടയിൽ ഒരു വേർപെടൽ, ഒരു ഇടിവ്, എന്താ പറയുക, ഒരു മതിലുണ്ട്. അത് വിവാഹ സമയത്തൊക്കെയാണ് പലപ്പോഴും വെളിപ്പെടുന്നത്. കുട്ടികളുടെ കല്യാണമൊക്കെ നടത്തുമ്പോഴേ ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള ബോധമില്ലാത്തൊരവസ്ഥ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അത് പെന്തക്കോസ്ത് സമൂഹമാകട്ടെ, ബ്രദറൻ സമൂഹമാകട്ടെ, പറഞ്ഞ എപ്പിസ്കോപ്പൽ സഭകളാകട്ടെ, അവിടെയെല്ലാം ഈ ജാതി വ്യത്യാസം നിലനിൽക്കുക. ഇവിടെയാണ് ക്രൂശ് നിങ്ങൾ വ്യർത്ഥമാക്കിയത്. ക്രൂശിൻ്റെ അർത്ഥം ജനം അറിയുന്നില്ല. ആ ക്രൂശ് നിങ്ങളുടെ ഈ പെരുമാറ്റത്തിലൂടെ, നിങ്ങളുടെ ഈ ബോധ്യത്തിലൂടെ വ്യർത്ഥമായി. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം നിങ്ങളെ പലരും ക്രൂശിലേക്ക് നടത്തുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ച് തന്നത് മുഴുവൻ അടയാളങ്ങളും ജ്ഞാനവുമൊക്കെയാണ്. പൗലോസ് പറയുന്നു, യഹൂദന്മാർ അടയാളം ചോദിക്കും, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കും, പക്ഷേ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അടയാളം അന്വേഷിച്ച് വരുന്നവരോടും ജ്ഞാനം അന്വേഷിച്ച് വരുന്നവരെയും തൃപ്തിപ്പെടുത്തുകയല്ല ക്രൈസ്തവ സഹോദര നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് പ്രസംഗിക്കുന്നവനാണോ? അങ്ങനെ പ്രസംഗിക്കുന്നു എന്ന് അവകാശപ്പെടുകയോ എവിടെയെങ്കിലും അങ്ങനെ പറയുകയോ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ക്രൂശിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി ജനത്തിന് വെളിപ്പെടുത്തുക. നിർഭാഗ്യവശാൽ ക്രൂശിൻ്റെ അർത്ഥം ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ക്രൈസ്തവർക്കിടയിലും ജാതി വ്യത്യാസം ശക്തിയോടെ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ ജാതി വ്യത്യാസം ഇപ്പോഴും തുടരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ ജാതി വ്യത്യാസം ഇല്ലാതാക്കി ദൈവത്തോട് ചേർത്ത് ഒന്നാക്കി മനുഷ്യരെ തീർക്കേണ്ടതിനായി ദൈവമൊരുക്കിയ ഏക പദ്ധതി ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ആ ക്രൂശ് ലോകത്തിന് അറിയിക്കാൻ ചുമതലപ്പെട്ടവർ അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ മണ്ണിൽ പോലും ഇന്നും ജാതി സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നതും ജാതി വൈകാരികതകൾ നിലനിൽക്കുന്നതും ഈ ക്രൈസ്തവരെന്ന് പറയുന്നവരുടെ ഉള്ളിൽ അത് നിലനിൽക്കുന്നതും. അതുകൊണ്ട് ഞാൻ ശക്തമായി തറപ്പിച്ച് ഉറപ്പിച്ച് പറയട്ടെ, ഞാൻ ഈ പറയുന്ന ആശയത്തെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ വിമർശിക്കത്തില്ല എന്നെനിക്കറിയാം. അത് മനസ്സിലാക്കാതെ പോയാൽ ഒരു പക്ഷേ ശക്തമായ വിമർശനങ്ങൾ എനിക്കുണ്ടാകാം. ഉണ്ടായാലും ഇല്ലെങ്കിലും പറയാതിരിക്കാൻ തരമില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാക്കിയത് ഇവിടുത്തെ എല്ലാ ക്രൈസ്തവരുമാണ്. ഇന്ന് നിലവിലുള്ള പെന്തക്കോസ്ത് സമൂഹം ഉൾപ്പെടെയുള്ള സകല ക്രൈസ്തവരും തന്നെയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാക്കിയത്. ക്രൂശിൻ്റെ അർത്ഥം ലോകത്തിന് വെളിപ്പെടുത്തേണ്ടതിനായി ചുമതലപ്പെട്ടവരാണ്. അവർ വേറെ എന്തൊക്കെയോ ആണ് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊതുജനവും ക്രൂശിനെ കാണുന്നത് ഒരു മതത്തിൻ്റെ ചിഹ്നമായിട്ടാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ ക്രൂശിൻ്റെ അർത്ഥം
ഇനിയെങ്കിലും കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ മണ്ണിലെ നമ്മുടെ സമസൃഷ്ടങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല എങ്കിൽ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. പറയുന്ന കണക്ക് ക്രൂശിൻ്റെ അർത്ഥം അറിയുവാൻ ഭാഗ്യം ലഭിച്ച നീ അത് മിണ്ടാതിരുന്നതിൻ്റെ പേരിലും അല്ല, അത് വേറെന്തൊക്കെയാണെന്ന് പറഞ്ഞ് ആളെ കൂട്ടാൻ നടന്നതിൻ്റെ പേരിലും ആണ് നീ ആ അർത്ഥത്തെ മറച്ചു കളഞ്ഞത് എന്ന് പറഞ്ഞ് നിന്നെ കുറ്റം വിധിക്കാൻ ഇടയാകരുത്. ദൈവം സഹായിക്കട്ടെ.